നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൽ ഇന്നാണ് ആ പോരാട്ടം. നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോരാട്ടം ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കും. സോ കടുത്തൊരു പോരാട്ടത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ, ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ആരൊക്കെ അവൈലബിൾ ആണ്? ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇന്നലെ കോച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിന് മറുപടി പറഞ്ഞു. ഓൺലി നോഹ് ഈസ് അൺഅവൈലബിൾ ടുമാറോ, എവറി വൺ എൽസ് ഈസ് ഓക്കെ ഫോർ ദി ഗെയിം എന്നാണ്. സോ നോഹ സദോയി ഒഴികെ ബാക്കി എല്ലാവരും അവൈലബിൾ ആണ്. നോഹയ്ക്ക് പരിക്കാണ്, 2 ആഴ്ച അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വരും എന്നുള്ളത് നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചാണ്. സോ അദ്ദേഹമല്ലാതെ എവറി വൺ എൽസ് ഈസ് ഓക്കെ ഫോർ ദി ഗെയിം എന്ന് കോച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ട് നോഹ ഒഴികെയുള്ള, അപ്പാർട്ട് ഫ്രം നോഹ, ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം, വികാസ് ഷിംനാം അരങ്ങേറുമോ? അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജോയിൻ ചെയ്തിട്ട് ഉടനെ പരിക്കിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം ഫിറ്റാണ്. ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ്റെ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ആകെ നോഹും പിന്നെ അസറും മാത്രമാണ് ഇല്ലാതിരുന്നത്. അസർ RFDL മത്സരം കളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹവും നോഹും അല്ലാതെ വികാസ് ഷിംനാം അടക്കം മറ്റെല്ലാവരും ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ മത്സരത്തിൽ വികാസ് അരങ്ങേറിയേക്കുമെന്നാണ് ലഭ്യമാവുന്ന സൂചന. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഞങ്ങളുടെ ടീം എല്ലാ അർത്ഥത്തിലും എല്ലാറ്റിനും പ്രിപ്പയർഡ് ആയിട്ടുണ്ട് എന്ന് ഇന്നലെ കോച്ച് പറയുകയുണ്ടായി. മത്സരങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീം എന്ന നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വി ആർ എ ടീം നൗ. സോ ഒരു ടീം എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കളിക്കണം. എല്ലാ മത്സരങ്ങളും ആ രൂപത്തിലാണ്, ഒരു ഫൈനൽ ഗെയിം പോലെയാണ് ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ കളിക്കുന്നുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഒരു കിടിലൻ പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.